എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുറച്ചധികം നാളുകളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ എവിടെയെന്ന് ചോദിച്ച് അന്വേഷിക്കാറുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഇടാനുള്ള ഭയങ്കര മടി കാരണം ഇടാതെ ഇങ്ങനെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. ഇന്ന് രണ്ടും കൽപ്പിച്ച് വീഡിയോസ് ഇട്ടേക്കാം എന്ന രീതിയിൽ രാവിലെ തന്നെ എഡിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ വർഷം എടുത്തതൊക്കെ കയ്യിലുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഇനി ഇടുന്നില്ല. പുതിയ സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണാം. എന്തായാലും നിങ്ങളൊക്കെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ന്യൂ ഇയർ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഇന്നലെ, അതായത് ജനുവരി 2-ാം തീയതി വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത്. ഞങ്ങൾ നേരെ അയത്തിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പോൾ എപ്പോഴും മെയിൻ റോഡ് വഴിയല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് ഇപ്രാവശ്യം നമ്മൾ തീരദേശം റോഡ് വഴിയാണ് കേട്ടോ വരുന്നത്. അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പരിപാടികളല്ല, പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മണ്ണെടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ ഈ വഴിയിൽ കുറച്ച് സമാധാനപരമായി വണ്ടി ഓടിച്ച് വരാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഈ റോഡിൽ. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും തിരക്കൊഴിഞ്ഞു പോകാൻ വേണ്ടി ഈ വഴിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എയ്സിനെ എങ്ങനെയെങ്കിലും ആണ് കേട്ടോ തിരിച്ച് വണ്ടിയിലോട്ട് കൊണ്ട് കയറ്റിയത്. നല്ല നിർബന്ധമായിരുന്നു മണ്ണിലൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. എനിക്ക് ഈ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോഴേ ദാഹിക്കും. വീട്ടിൽ നിന്ന് ഒരല്പം പോലും വെള്ളം കുടിക്കാത്ത ഞാനാണേ, പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ ദാഹിക്കും. അപ്പോൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ ജ്യൂസ് കടകളൊന്നും കണ്ടില്ല കേട്ടോ. നേരെ വന്നത് ആശ്രമത്തേക്കാണ്. എന്തെങ്കിലും മീനുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എല്ലാം കുഞ്ഞു ചാളയും ചുവപ്പൻ കോരയൊക്കെ ആയിരുന്നു കേട്ടോ. ഞണ്ടും വളരെ പൊടിയായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ട് മീനൊന്നും മേടിച്ചില്ല കേട്ടോ. അവിടുന്ന് നേരെ വെള്ളം കുടിക്കാൻ കട തിരക്കി ക്രിസ്തുരാജ സ്കൂളിനോട് ചേർന്നിട്ടൊരു ജ്യൂസ് കട കണ്ടായിരുന്നേ. അവിടേക്കാണ് കേട്ടോ വന്നത്. അജു ഒരു ഗ്രീൻ ആപ്പിൾ ഷേക്കാണ് പറഞ്ഞത്. എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് അവൽ മിൽക്കിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അവൽ മിൽക്കാണ് കേട്ടോ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്നത്. എനിക്ക് എത്ര ദാഹിച്ചാലും ഞാൻ കുഴപ്പമില്ല, അവൽ മിൽക്ക് കുടിച്ചോളാം. പക്ഷേ എനിക്കതിനകത്ത് ഭയങ്കര ഹെവി അവൽ മിൽക്കുകളോടാണ് കേട്ടോ താല്പര്യം, ഒരുപാട് നട്ട്സൊക്കെ ഇട്ടത്. അങ്ങനെ ഞാനൊരു അവൽ മിൽക്ക് പാർസലും പറഞ്ഞു. അജു ഒരു ഗ്രീൻ ആപ്പിൾ ഷേക്ക് കുടിക്കുകയും ചെയ്തു കേട്ടോ. നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്നെ കാത്ത ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നേ. അജു മുൻപ് എപ്പോഴും ഓർഡർ ചെയ്തിരുന്നൊരു സാധനമാണ്. അത് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു വരാൻ. ഒരു ഡെയിലി പ്ലാനർ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനത്തെ ജേർണൽ എഴുതാനും നോക്കാനും വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഫോണിൽ നോക്കുന്നത് കണ്ടിട്ട് അജുവിനൊരു കൗതുകം തോന്നി എനിക്ക് മേടിച്ച് തന്നതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.